ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സെനുധീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിനൊപ്പം ആയുർവേദത്തിന്റെ വികസനത്തിനും പ്രാധാന്യം നൽകുകയാണ് സംസ്ഥാന സർക്കാർ നയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതിതീവ്ര ചുഴലിക്കാറ്റായ റേമൽ ദുർബലമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാളിന്റെ കിഴക്കൻ ജില്ലകളിൽ മഴ തുടരും. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അടുത്ത 5 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ജൂൺ 1-നാണ് 7ാം ഘട്ട വോട്ടെടുപ്പ്. 7ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം വ്യാഴാഴ്ച അവസാനിക്കും. ബിജെപിയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഉത്തർപ്രദേശിൽ ഇന്ന് പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ വാരണാസിയിൽ പ്രചാരണത്തിനെത്തി. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഹിമാചൽ പ്രദേശിൽ പൊതുസമ്മേളനങ്ങളിൽ സംസാരിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു. വോട്ടെണ്ണലിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇടുക്കിയിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ക്രമീകരണങ്ങളും പാർട്ടി പ്രതിനിധികൾക്ക് വിശദീകരിച്ചു. ഇടുക്കി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പുതിയ കാലത്തെ കുടിയേറ്റം, പ്രവാസ ലോകത്തിലെ സ്ത്രീ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പ്രതിനിധികൾക്ക് ആവശ്യമായ സൌകര്യങ്ങൾ സമയബന്ധിതമായി ഒരുക്കും. കലാപരിപാടികൾ, പ്രചാരണ പരിപാടികൾ എന്നിവ അനുബന്ധമായി നടത്താനും യോഗത്തിൽ ധാരണയായി. തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ സ്പീക്കർ എ.എൻ. ഷംസീർ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി. വേണു, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ആധുനിക വൈദ്യശാസ്ത്രത്തിനൊപ്പം ആയുർവേദത്തിന്റെ വികസനത്തിനും പ്രാധാന്യം നൽകുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 45ാമത് സംസ്ഥാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദ ചികിത്സാരീതികൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. അതിന്റെ ഭാഗമായി സജ്ജീകരിക്കുന്ന രാജ്യാന്തര ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിവിധ ആയുർവേദ പുരസ്കാരങ്ങൾ മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. ബാർകോഴ ആരോപണത്തിൽ മന്ത്രിമാർ കള്ളം പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ. ടൂറിസം വകുപ്പ് വിഷയത്തിൽ അമിതമായി ഇടപെടൽ നടത്തിയതായും എക്സൈസ് വകുപ്പ് നോക്കുകുത്തിയായെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ മുഖ്യമന്ത്രി മൌനം വെടിയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമെന്നും സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബാർകോഴ ആരോപണം സംബന്ധിച്ച വസ്തുതകൾ എക്സൈസ് മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞതാണെന്ന് ടൂറിസം മന്ത്രി പി. എ. മുഹമ്മദ് റിയാസ് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളിൽ ടൂറിസം ഡയറക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. വകുപ്പിലെ എല്ലാ ചർച്ചകളും മന്ത്രിയോട് പറഞ്ഞു നടത്തണമെന്നില്ലെന്നും ശ്രീ റിയാസ് പറഞ്ഞു. അതിതീവ്ര ചുഴലിക്കാറ്റ് റേമലിന്റെ ശക്തി ക്ഷയിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നിലവിൽ വടക്ക് കിഴക്ക് ദിശയിലാണ് ചുഴലിക്കാറ്റ് സഞ്ചരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്ന് 90 കിലോമീറ്റർ കിഴക്കോട്ട് മാറി സഞ്ചരിക്കുന്ന റേമൽ അസം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നതായാണ് സൂചന. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ ഇന്ന് പശ്ചിമ ബംഗാളിന്റെ കിഴക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം റേമൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ ബംഗ്ലാദേശിന്റെ തീരപ്രദേശങ്ങളിൽ അതിശക്തമായ മഴയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രി ബംഗ്ലാദേശിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ റേമൽ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചിരുന്നു. ചുഴലിക്കാറ്റിനെ തുടർന്ന് 10 പേർ മരിക്കുകയും 30,000-ത്തിലധികം വീടുകൾ നശിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തിൽ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പുണ്ട്.
കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം തുടരുന്നതിനാൽ ബംഗാൾ ഉൾക്കടലിൽ മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. മഴക്കാലപൂർവ്വ ശുചീകരണം, സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം തടയൽ എന്നിവ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും മഴ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുമാണ് കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാക്കിയത്. പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമുമായി 0462295011 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രഥമം പ്രതിരോധം പദ്ധതിക്ക് കോട്ടയത്ത് തുടക്കമായി. കോട്ടയം ചിന്മയ വിദ്യാലയത്തിൽ നടന്ന ജില്ലാതല സമ്മേളനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉദ്ഘാടനം ചെയ്തു. എലിപ്പനി, ജലജന്യ രോഗങ്ങളായ വയറിളക്കം, മഞ്ഞപ്പിത്തം, കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, വായുജന്യ രോഗങ്ങളായ H1N1 ഇൻഫ്ലുവൻസ എന്നിവ പ്രതിരോധിക്കാൻ എല്ലാ ജനങ്ങളും അണിനിരക്കണമെന്ന് DMO അഭ്യർത്ഥിച്ചു. പൊതു സ്വകാര്യ കിണറുകൾ ഉൾപ്പെടെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യുന്ന പരിപാടി നാളെയും തുടരും. തൊഴിലുറപ്പ്, മുനിസിപ്പൽ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ എലിപ്പനി പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക നിർബന്ധമായും കഴിക്കണം. വീടുകളിൽ കുടുംബശ്രീ, ആശ, അങ്കണവാടി, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊതുക് ഉറവിട നിർമ്മാർജ്ജനം നടത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. കാറ്റാടി പാടങ്ങളിൽ വിന്യസിക്കുന്നതിനുള്ള ഹൈബ്രിഡ് SOV യാനങ്ങളുടെ നിർമ്മാണ കരാർ സ്വന്തമാക്കി രാജ്യത്തെ പ്രമുഖ കപ്പൽശാലയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. UK ആസ്ഥാനമായുള്ള ഓഫ് ഷോർ റിന്യൂവബിൾ ഓപ്പറേറ്ററായ നോർത്ത് സ്റ്റാർ ഷിപ്പിംഗിൽ നിന്നാണ് രണ്ടാം വട്ടവും കരാർ ലഭിച്ചത്. ഈ വർഷം ആദ്യവും ഹൈബ്രിഡ് SOV നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോർത്ത് സ്റ്റാറും കൊച്ചിൻ ഷിപ്പ്യാർഡും തമ്മിൽ കരാറുണ്ടാക്കിയിരുന്നു. കടലിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപാദനം നടത്തുന്ന വ്യവസായത്തിന്റെ അനുബന്ധ സേവനം, പരിപാലനം, പ്രവർത്തന ആവശ്യങ്ങൾ എന്നിവയ്ക്കായി നിർമ്മിക്കുന്നതാണ് SOV യാനങ്ങൾ. 2 പതിറ്റാണ്ടിലേറെയായി അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണ രംഗത്ത് സജീവമായ കൊച്ചി കപ്പൽശാല ഇതുവരെ USA, ജർമ്മനി, നെതർലാൻഡ്സ്, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് 50ഓളം ഹൈ എൻഡ് കപ്പലുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കേരള നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തി. നിയമസഭാ സെക്രട്ടറി ഇൻചാർജും നിയമസഭാ സെക്രട്ടേറിയറ്റ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. വ്യായാമം കുറയുന്നെന്ന കണ്ടെത്തലിൽ പത്തനംതിട്ട കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ആനകളെ നടത്തത്തിനായി പുറത്തിറക്കുന്നു. ആനകളുടെ നടത്തം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ടൂറിസം കേന്ദ്രത്തിലെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ജൂൺ മുതൽ കോന്നി ആനത്താവളത്തിന് തിങ്കളാഴ്ചകളിൽ അവധി നൽകാനും തീരുമാനമായി. കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഭാഗമായ കോന്നി ആനത്താവളത്തിലെ ആനകൾക്ക് വ്യായാമക്കുറവുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ആനകളെ ആനത്താവളത്തിലെ സ്ഥിരനടത്തത്തിനു പുറമെ കോന്നി ചന്ദനപ്പള്ളി റോഡിൽ നടത്തുന്നത്. കോന്നിയിൽ നിന്ന് കുമ്മണ്ണൂരിലേക്ക് ആനകളെ നടത്തിക്കൊണ്ടുപോകുന്നതിന് മുന്നോടിയായാണ് പരിശീലനം. ആനക്കൂട്ടിൽ കൊച്ചയ്യപ്പൻ എന്ന കുട്ടിക്കൊമ്പൻ മുതൽ 2 കൊമ്പനാനകളും 3 പിടിയാനകളുമായി 5 ആനകളാണ് ആകെയുള്ളത്. ആനകളുടെ വ്യായാമത്തിന്റെ ഭാഗമായി ആനത്താവളത്തിലെ സമയക്രമത്തിലും വനം വകുപ്പ് മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതമാക്കിയ രാഷ്ട്രീയ കക്ഷികൾ. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിനൊപ്പം ആയുർവേദത്തിന്റെ വികസനത്തിനും പ്രാധാന്യം നൽകുകയാണ് സംസ്ഥാന സർക്കാർ നയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതിതീവ്ര ചുഴലിക്കാറ്റായ റേമൽ ദുർബലമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പശ്ചിമബംഗാളിന്റെ കിഴക്കൻ ജില്ലകളിൽ മഴ തുടരും. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. അടുത്ത 5 ദിവസത്തിനുള്ളിൽ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.